മഴ തോറും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ മനുവിനെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അലീനയും ഹരിയും തമ്മിൽ ചില അരുതാത്ത ബന്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചില കൊടുക്കൽ വാങ്ങലുകളും എല്ലാം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് വെച്ചും ഇവർ തമ്മിൽ നല്ല അരുതാത്ത ബന്ധങ്ങളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനെല്ലാം സാക്ഷി നമ്മുടെ രോഹിത്താണ് ഇതെല്ലാം പറഞ്ഞത്. പിന്നെ അവളുടെ ബാഗിൽ നിന്നും ഹരി കൊടുത്തതെന്ന് പറയുന്ന ഒരു ഗോൾഡിൻ്റെ റിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ മനുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനു ആകെ ഇങ്ങനെ ആകെ വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ നിൽക്കുകയാണ്. അങ്കിളി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സത്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ സാക്ഷികളും അതുപോലെ സാഹചര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ വെറുതെ ഒന്നും പറയത്തില്ലെന്ന് നിനക്കറിയാലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനു പറയുന്നുണ്ട്, എനിക്കറിയാം അങ്കിൾ. പിന്നെ ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ഇവിടെ നിന്നും പുറത്താക്കുന്നതിന് മുൻപ്, പറഞ്ഞയക്കുന്നതിന് മുന്നേ നീയല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നത്, അതിന് മുൻപ് നിന്നോടൊന്ന് പറയാമെന്ന് വെച്ചു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നും ബാലചന്ദ്രനും പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തതും മനു അലീനയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയെ കണ്ടുമുട്ടിയതും അലീനയുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലചന്ദ്രനും കുറച്ച് വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൈജയൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അവൻ അറിയട്ടെ, അവനും അറിയണമല്ലോ ഇക്കാര്യങ്ങളൊക്കെ, അവനല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ഛൻ പറഞ്ഞ വാക്കാണ്, അച്ഛന് കൊടുത്ത വാക്കാണ്, അത് നിഷേധിക്കാൻ പറ്റത്തില്ല, അത് എനിക്ക് പാലിക്കണമെന്നും പറഞ്ഞ് ഇത്തരത്തിലൊരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവനല്ലേ. അപ്പോൾ അവൻ വിഷമിക്കേണ്ടത് തന്നെയാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അതിൻ്റെ ആവശ്യമില്ലെന്ന്. ആര് കേൾക്കാനാ? ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എടി വൈജേ, മനസ്സിൽ കുറച്ച് നന്മയും സ്നേഹവും ഒക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവത്തുള്ളൂ. അത് അവനക്കുണ്ട്, അവൻ നല്ലവനാ. ദുഷ്ടതരം മനസ്സിലുള്ളവർക്ക് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ആഘോഷിക്കാനേ കഴിയത്തുള്ളൂ. എന്തായാലും നീ ആഘോഷിക്ക്, ആർമാദിക്ക് എന്നിങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ച് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ട് പോവാൻ നിൽക്കുവാണ്. അപ്പോഴേക്കും വൈജയന്ത് എന്ത് എന്നിങ്ങനെ അന്തം വിട്ട്, തന്നോട് തന്നെയാണോ ഈ പറയുന്നത്, തന്നെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള അർത്ഥത്തിൽ വൈജയന്തി നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് പോയതും വൈജയന്തി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനെന്ത് ചെയ്തു? വല്ലവന്മാർ ഇവിടെ കിടന്നിട്ട് വല്ലതൊക്കെ ചെയ്തതിന് എനിക്കാണോ കുറ്റം? ഞാനാണോ കാരണക്കാരി? എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന സാധനം അങ്ങ് വലിച്ചെറിയുന്നുണ്ട്. രാവിലെ തന്നെ ബാലചന്ദ്രൻ പുറത്തു പോയി പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വായിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് അലീന ഒരു കപ്പ് ചായയുമായി വരുന്നുണ്ട്. ചായ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഞാൻ ഇന്ന് പോവാ. ഇത് കേട്ട് ബാലചന്ദ്രൻ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഉടനെ അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊരു തിരിച്ചുപോക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഈ വീട് എൻ്റെയും കൂടി വീടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ മുത്തശ്ശി, എല്ലാവരെയും ഞാൻ അങ്ങനെയാണ് കണ്ടത്. സ്നേഹിക്കൊന്നും വേണ്ട, ഒരു ജീവിയോടുള്ള ഒരു പരിഗണന പോലും എനിക്ക് ആരും തന്നില്ല. സാറ് പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ. ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രനാണെങ്കിൽ ഇതിന് ഒരു മറുപടിയും പറയാനില്ലതാനും. അങ്ങനെ ബാലചന്ദ്രനും സൂക്ഷിച്ച് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അലീന അവിടെ നിന്നും പോകുന്നു. ബാലചന്ദ്രനാണെങ്കിൽ അലീനയുടെ വാക്കുകൾ കേട്ട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അലീന നേരെ കിച്ചണിൽ ചെന്ന് പണികളെല്ലാം ഒരുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ വൈജയന്തി കിച്ചണിലേക്ക് വരുന്നത്. നിന്നോടല്ല ഇന്ന് ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, പിന്നെ എന്തിനാ നീ പണികളെല്ലാം ചെയ്യുന്നത്? സാറിന് ഓഫീസിൽ പോകണം, മാഡത്തിനും ഓഫീസിൽ പോകണം, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ് ഉണ്ട്, സ്കൂളിൽ പോണ്ടേ. അപ്പോഴേക്കും ഞാൻ ഈ പണികളെല്ലാം തീർത്തു വെച്ചോളാം. ചോറും കറികളെല്ലാം ആയിരിക്കുന്നു, പലഹാരം ഇതാവുന്നു, പിന്നെ കിച്ചണിലെ എല്ലാ ബാക്കിയുള്ള പണികളും കഴിച്ച് ഞാനങ്ങ് പോയിക്കോളാം. അതിനി ആരും കഷ്ടപ്പെടേണ്ടതില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇവിടെ പറ്റിക്കൂടാനല്ലേ നിന്റെ പരിപാടി എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്. ഒരു അരമണിക്കൂർ നേരത്തെ പണി കൂടിയേ എനിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ ഇവിടെയുള്ളവർ ഞാൻ കാരണം വിഷമിക്കണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനല്ലേ എൻ്റെ പണികളെല്ലാം കഴിച്ചു വെച്ച് പോകുന്നത്. ഇത് കേട്ട് വൈജയന്തിക്ക് ഒന്നും തന്നെ പറയാനില്ല. വൈജയന്തി ഡോറിന് വരെ നടന്നു പോകുന്നുണ്ട്. പിന്നീട് ഒന്നുകൂടെ നമ്മുടെ അലീനയെ തിരിഞ്ഞു നോക്കുകയാണ്. വൈജയന്തിക്ക് എന്തോ ഒരു വിഷമം പോലെയൊക്കെ ഉണ്ട് അലീന ഈ പറയുന്നത് കേട്ട്. പക്ഷെ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കിച്ചണിൽ നിന്നും.
പിന്നെ പെട്ടെന്ന് തന്നെ കിച്ചണിലെ പണികളെല്ലാം തീർത്ത് വെച്ച് റൂമിലേക്ക് വരുന്നുണ്ട്. മമ്മിയുടെ ഫോട്ടോയിൽ നോക്കി പറയുന്നുണ്ട്, സോറി മമ്മി, ഞാൻ പോവാണ്. മമ്മിയോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അലീനെ നീ ആരോടെ ഈ സംസാരിക്കുന്നത്? അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്ന് മുത്തശ്ശിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മമ്മിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഞാൻ എങ്ങനെയും പിടിച്ചു നിൽക്കുമെന്ന്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ മമ്മിയോട് മാപ്പ് പറയുമായിരുന്നു. ഞാൻ പോട്ടെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കവിളിൽ തലോടാണ് അലീനയുടെ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ നന്നായി വരും, നിനക്ക് നല്ലതേ വരൂ. ഇത് കേട്ട് അലീന മുത്തശ്ശിയുടെ കൈകൾ പിടിച്ച് അതിലൊരു ഉമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഈ അനുഗ്രഹം മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ദൈവങ്ങൾ വിചാരിച്ചു കാണും സൗദാമിനി, നീ അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കേണ്ട. അതുകൊണ്ടാ നിന്നെ ഇവിടെ നിന്ന് പോവാൻ, നിനക്കും ഇങ്ങനൊരു സാഹചര്യം പോകാനുള്ളത് ഉണ്ടായത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അലീന പെട്ടെന്ന് തന്നെ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ബാലചന്ദ്രൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടും, അവിടെ നിന്നും നീ എന്താന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് അലീനയുടെ നേരെ നീട്ടുന്നുണ്ട്. ഇതാ നിന്റെ ശമ്പളം എന്ന് പറയുന്നു. അലീന വൈജയന്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്യാഷ് വാങ്ങുന്നു. ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു 100 രൂപ അലീനയുടെ നേരെ നീട്ടിക്കൊണ്ട് വൈജയന്തി പറയുന്നു, ഇത് നിന്റെ തോന്നിവാസത്തിനിരിക്കട്ടെ, ഇതെനിക്ക് ആവശ്യമില്ല, അത് മേഡം തന്നെ വെച്ചേക്ക്. ഓ അത് ശരി, 500ഉം 1000ഉം ഒക്കെ നീ മുന്നേ തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ, പിന്നെന്തിനാ നിനക്ക് 100 എന്ന് വൈജയന്തിയും ചോദിക്കുന്നു. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എടി വൈജയ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അമ്മേ 1ഉം 2ഉം തവണയൊന്നും അല്ല, പലപ്പോഴും 500ൻ്റെ നോട്ട് 2500 രൂപയാ ബാലചന്ദ്രൻ്റെ പക്കൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത്. അതെടുത്തിട്ട് ഇവള് വല്ലവർക്കുമൊക്കെ ദാനം ചെയ്യുമായിരുന്നു, അമ്മക്കറിയാവോ എന്നിങ്ങനെ വൈജയന്തിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അലീന. വീണ്ടും വൈജയന്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 100 രൂപ നോട്ട് അലീനയുടെ നേരെ നീട്ടുന്നു. എന്നൊരു മൂളലും. ഉടനെ തന്നെ അലീന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷിൽ നിന്നും ഒരു 2500 രൂപ എടുത്ത് വൈജയന്തിയുടെ നേരെ നീട്ടുന്നു. ഇതെന്താടി? അല്ല, ഞാൻ സാറിൻ്റെ പക്കൽ നിന്നും മോഷ്ടിച്ചെന്ന് പറയുന്ന രൂപ ഇതാ എന്ന് പറയുവാണ് അലീന. ഉടനെ തന്നെ വൈജയന്തി പറയുന്നുണ്ട്, അതിന് നീ മോഷ്ടിച്ചു എന്ന് സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ സമ്മതിക്കുന്നു, ഞാൻ മോഷ്ടിച്ചെന്ന് പറയുന്ന 2500 രൂപ ഇതാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജയന്തിക്ക് നേരെ ക്യാഷ് എടുത്ത് നീട്ടുന്നുണ്ട്. ഞാൻ ചോദിച്ച സമയത്തൊക്കെ നീ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്കിനി ക്യാഷ് വേണ്ട എന്ന് വൈജയന്തിയും പറയുന്നു. ഞാൻ അപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാഷ് തിരിച്ചു തരുന്നത്. എന്തായാലും എനിക്കിത് വേണ്ടാന്ന് വൈജയന്തി പറയാം. ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, ഈ ക്യാഷ് ഞാനാണ് മോഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം, എന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് തറപ്പിച്ച് പറയാണ് അലീന. വൈജയന്തിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അലീനയുടെ ഈ ഉറച്ച വാക്കുകൾ കേട്ട് വൈജയന്തി ആകെ വല്ലാതായി നിൽക്കുക. വൈജയന്തിക്ക് എന്ത് പറയണമെന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് പറയുന്നുണ്ട്, സാറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു എന്നല്ലേ നീ പറയുന്നത്, എങ്കിൽ സാറിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. അലീന പെട്ടെന്ന് ചെന്ന് തൻ്റെ ബാഗ് എടുത്ത് അത് തുറന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇതാ എൻ്റെ ബാഗ്, ഇതുകൂടി പരിശോധിക്കാം. ഇനി ഞാനിവിടെ നിന്ന് പുറത്തു പോയ സമയത്ത് നിങ്ങൾ അവൾ പോകുന്ന സമയത്ത് എല്ലാം അടിച്ചോണ്ട് പോയി എന്ന് പറയരുത്. ഇത് കേട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ കളിയാക്കുവോടി? ഏയ് അല്ല, ഞാൻ കാര്യത്തിൽ തന്നെ പറഞ്ഞതാണെന്ന് നമ്മുടെ അലീനയും പറയുന്നുണ്ട്. എന്നാൽ അലീനയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്ന് വൈജയന്തി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. അലീന ബാഗും എടുത്ത് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ഹാളിലെത്തിയപ്പോൾ ടേബിളിനടുത്ത് ബാലചന്ദ്രൻ ഇരിക്കുന്നു. ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, സാർ ഞാൻ പോവാ. സാർ എനിക്ക് കുറച്ച് പരിഗണനയും അനുകമ്പയും ഒക്കെ തന്നിട്ടുണ്ട്, അതിലെനിക്ക് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇതാ സാർ ക്യാഷ് എന്ന് പറഞ്ഞ് നീട്ടുന്ന സമയത്ത്, ക്യാഷ് സാറിൻ്റെ നേരെ നീട്ടുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇതെന്താ? അത് ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്നും പലപ്പോഴായി മോഷ്ടിച്ചു എന്ന് പറയുന്ന ക്യാഷാണ്. മാഡത്തിന് കൊടുത്തപ്പോൾ അത് സാറിൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞു എന്ന് പറയുകയാണ് അലീന. ഇത് കേട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കി ഇരിക്കുകയാണ് ബാലചന്ദ്രൻ. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അവിടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും എല്ലാവരും ഉണ്ട്. വേടിച്ച ബാലചന്ദ്ര, രൂപ അവൾ കട്ടതാണെന്ന് സമ്മതിച്ചു. അന്നേ ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇത് കേട്ട അലീന വീണ്ടും ക്യാഷ് എടുത്ത് ബാലചന്ദ്രൻ്റെ നേരെ നീട്ടിക്കൊണ്ട് വാങ്ങിച്ചോ സാർ എന്ന് പറയുന്നുണ്ട്.
ഞാൻ കുറ്റം സമ്മതിച്ചല്ലോ സാർ, ഈ ക്യാഷ് വാങ്ങിക്കുമെന്ന് അലീന വീണ്ടും പറയുമ്പോൾ നീ ശരിക്കും ഇത് എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചില്ലേ സാർ, ഇനി ഇത് സാർ വാങ്ങിയില്ലെങ്കിൽ വാങ്ങുന്നത് വരെ ഞാൻ ഇങ്ങനെ നിൽക്കും എന്ന് പറയാണ്. അലീന എന്ത് പറഞ്ഞിട്ടും ബാലചന്ദ്രൻ ആ കാശ് വാങ്ങാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. ഇത് കണ്ട് വൈജയന്തി ദേഷ്യത്തോടെ ആ കാശ് രൂപ അലീനയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ബാലകൃഷ്ണൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സമാധാനമായി, ഞാൻ പൊക്കട്ടെ സാർ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിടാമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. വേണ്ട സാർ, എനിക്ക് നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ഞാൻ പൊക്കോളാം എന്ന് അലീനയും പറയുന്നുണ്ട്. പോകുന്നതിന് മുമ്പായി അലീന കൃഷ്ണമോളുടെയും ബബിതയുടെയും അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി പോവാണ്, നിങ്ങൾ നന്നായി പഠിക്കണം, നിങ്ങളെ ഞാൻ എൻ്റെ അനിയത്തിമാരായിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നീട് രോഹിത്തിനായിട്ടായിട്ട് അലീന പറയുന്നുണ്ട്, നീ എന്നെ പറ്റി മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്. ഹരിശങ്കർ പറയും പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. പിന്നെ അവനോടൊപ്പം കൂടി നീ ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് പെടരുത്, നീ ഒരു കോപ്പും പറയണ്ട എന്നിങ്ങനെ രോഹിത്ത് അലീനയോട് തിരിച്ചും പറയുന്നുണ്ട്. എന്നാൽ അലീന പറയുന്നത് കേട്ട് വൈജയന്തി അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഹേ കൊള്ളാം, നല്ല ഉപദേശിക്കാൻ പറ്റിയൊരു സാധനം, അല്ല കൊള്ളാമല്ലോ നിൻ്റെ ഉപദേശം എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുക വൈജയന്തി. സോറി, എൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം, പോട്ടെ എന്നിങ്ങനെ തൻ്റെ അമ്മയാണല്ലോ ഈ നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ അമ്മയോട് യാത്ര പറയുന്ന, കരഞ്ഞുകൊണ്ടാണ് അലീന ഇത് പറയുന്നത്, ഒരുപാട് സങ്കടത്തോടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്.